ഫോക്കസ് ഓൺ എക്സലൻസ്. ലക്ഷ്യങ്ങൾ കൃത്യമാണെങ്കിൽ വിജയം നമ്മളോടൊപ്പം ഉണ്ടാകും. ശരിയല്ലേ? +1 പഠനം ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും മികച്ച രീതിയിലും പഠിച്ചെടുക്കാൻ KKMS വിഷൻ ഒരുക്കുന്ന ഗാന്ധീവ ബാച്ച് 2026-27 എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ആതിര. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 എക്കണോമിക്സിലെ ആദ്യ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഇന്ത്യൻ എക്കോണമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഈ പാഠത്തിലെ ചെറിയൊരു ഭാഗം നോക്കി നോക്കാം. എന്നുവെച്ചാൽ ഇവിടെ പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം പല സെക്ടേഴ്സിലുണ്ടായ മാറ്റങ്ങളാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, അതുമാതിരി തന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു. മെയിൻ വരുമാന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ പ്രീഷ്യസ് സ്റ്റോൺസ്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇന്ത്യ വേറെ രാജ്യത്തെ ആശ്രയിച്ചിരുന്നില്ല. എന്തുണ്ടെങ്കിലും എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ വന്ന ആഫ്റ്റർ എഫക്റ്റാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം എസ്റ്റിമേറ്റേഴ്സ് ഡ്യൂറിങ് കൊളോണിയൽ റൂൾ. കൊളോണിയൽ കാലഘട്ടത്തിൽ നമ്മളുടെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം കണ്ടുപിടിച്ചത് ആരൊക്കെയെന്നാണ് പറയാൻ പോകുന്നത്. ഈ 5 ആൾക്കാരെ പേരെന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ദാദാഭായ് നെഹ്റുജി, ഫൈൻലി ഷിറാസ്, VKRV റാവു, RC ദേശായി, വില്യം ഡിഗ്ബി. ഈ 5 പേരാണ് നമ്മളുടെ ഇന്ത്യയിൽ നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ ശ്രമിച്ചവർ. ഏത് കാലഘട്ടത്തിൽ? കൊളോണിയൽ കാലഘട്ടത്തിൽ. എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് നമ്മളുടെ ഇന്ത്യ നന്നാക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത്. ശരിക്കും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് വന്നത് എങ്കിലും നമ്മളോട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ വന്നിട്ട് കൂടി നമ്മളുടെ നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം ബ്രിട്ടീഷുകാർ ആരും നടത്തിയില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈ നാഷണൽ ഇൻകം കണ്ടുപിടിച്ചവരുടെ പേരാണ് ഈ 5 ആൾക്കാർ കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഓർത്തേക്കുക. അതിൽ തന്നെ VKRV റാവു സ്റ്റഡി ഈസ് കൺസിഡേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കിയ പഠനം എന്ന് പറഞ്ഞത് VKRV റാവുവിൻ്റെയാണ്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് ഇദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. ഇനി അടുത്തതിലേക്ക് കടക്കാം. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടർ എന്തൊക്കെ മാറ്റമാണ് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം എന്നാണ് നോക്കാൻ പോകുന്നത്. ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് ഇന്ത്യൻ അഗ്രികൾച്ചർ ബിക്കം സ്റ്റാഗ്നൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ബിക്കം വെരി ലോ. ദ മേജർ റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ വേർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് റീസൺസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അർത്ഥം നോക്കാം. കൊളോണിയൽ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ സ്റ്റാഗ്നൻ്റ് ആയി, എന്ന് വെച്ചാൽ സ്തംഭിച്ചു അല്ലെങ്കിൽ തടസ്സപ്പെട്ടു. അതുമാതിരി പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറഞ്ഞു. അതിനുള്ള കാരണങ്ങളാണ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റം, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, പാർട്ടീഷൻ ഓഫ് എ കൺട്രി, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി, ആബ്സെൻസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞത് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ഭൂമി നികുതി സമ്പ്രദായം, അതുമാതിരി വരുമാന നികുതി സമ്പ്രദായം. ഇത് രണ്ടും ഒന്നായിട്ടാണ് നമ്മളുടെ ടെക്സ്റ്റിലൊക്കെ പറയുന്നത് കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ സ്ഥലത്തിന് ഒരു ടാക്സ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഫാർമേഴ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യില്ല. പകരം സെമീന്ദാർസ് എന്ന് പറഞ്ഞുള്ള ഒരു വിഭാഗം ആൾക്കാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക, എന്ന് വെച്ചാൽ ഇടനിലക്കാർ. അപ്പോൾ ഈ സെമീന്ദാർസ് എന്ത് ചെയ്യും? ടാക്സിൽ ഇവരുടെ കമ്മീഷനും കൂടി കൂട്ടിയിട്ട് നേരിട്ട് പോയിട്ട് ഫാമേഴ്സിൻ്റെ ആ ഒരു എമൗണ്ട് ചോദിക്കും. എന്ന് വെച്ചാൽ ഇവരുടെ ഒരു കമ്മീഷനും കൂടി അതിൽ ആഡ് ചെയ്യും. അപ്പോൾ എന്താണ് നെഗറ്റീവായിട്ട് സംഭവിക്കുക? കാരണം ഇവർക്ക് കർഷകർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സംഭവങ്ങളെല്ലാം വാങ്ങി അവിടുന്ന് വിളവെടുപ്പൊക്കെ നടത്തി ഉൽപ്പാദനമൊക്കെ കഴിഞ്ഞ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ടാക്സ് കൊടുക്കാനുള്ള എമൗണ്ടേ കയ്യിൽ കിട്ടുന്നുണ്ടാവുള്ളൂ. അതാണെങ്കിൽ അങ്ങനെ ടാക്സ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവർക്കൊന്നും കിട്ടുന്നില്ല. ഇതുകൊണ്ട് നമ്മളിങ്ങനെ ഈ കൃഷി ചെയ്തിട്ട് ഇവർക്കും ഒരു ലാഭമില്ല. പാവപ്പെട്ട കർഷകർക്ക് ചിലപ്പോൾ ഒന്നും കിട്ടാത്ത അവസ്ഥയായിരിക്കും. ഈ സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യും വേണം, അതൊക്കെ കൊടുക്കുകയും ചെയ്യണം ബ്രിട്ടീഷുകാർക്ക്, പിന്നെ ഈ ടാക്സും കൊടുക്കണം. അപ്പോൾ ഇവർക്ക് ഒന്നും കിട്ടില്ല. അത് സ്റ്റാഗ്നേഷൻ ഒരു മെയിൻ റീസൺ ആണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. പിന്നെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ക്രോപ്പ് ആയിരുന്നു ഉണ്ടാക്കിയായിരുന്നേ. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് പറഞ്ഞു, ഫുഡ് ക്രോപ്പ് ഇനി മുതൽ നിങ്ങൾ ഉണ്ടാക്കണ്ട, നിങ്ങൾ ക്യാഷ് ക്രോപ്പായ പഞ്ഞി, പരുത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ. എന്ന് വെച്ചാൽ കൺവേർഷൻ ഓഫ് ഫുഡ് ക്രോപ്പ് ടു ക്യാഷ് ക്രോപ്പ്. ക്യാഷ് ക്രോപ്പിനാണ് ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ ആവശ്യമുള്ളത്. കാരണം ഫുഡ് ക്രോപ്പൊക്കെ അത്രയും ആവശ്യമില്ല. പക്ഷെ ക്യാഷ് ക്രോപ്പ് ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് അവരുടെ ബ്രിട്ടനിക്ക് കടത്താനായിരുന്നു ഇവരുടെ പ്ലാൻ. അത് കാരണം ഇവർ ക്യാഷ് ക്രോപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതും സ്റ്റാഗ്നേഷൻ ഒരു കാരണമായി. പിന്നെ പാർട്ടീഷൻ ഓഫ് കൺട്രി,
നമ്മളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനം, അതുമാതിരി ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് എന്നുവെച്ചാൽ വെള്ളം കിട്ടാണ്ടാവുക. ഇപ്പോൾ കൃഷി ചെയ്യണമെങ്കിൽ നനയ്ക്കണമല്ലോ, ആ വെള്ളം അത്ര കിട്ടണില്ല, അത് കാരണം. പിന്നെ ആബ്സെൻസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്നുവെച്ചാൽ ഈ രാസവളം രാസവളമൊക്കെ കുറവായിരുന്നു. എന്തെങ്കിലുമൊക്കെ വളം ഇട്ടാലല്ലേ വളരുള്ളൂ ചെടികളൊക്കെ, പക്ഷെ അതൊക്കെ കുറവായിരുന്നു. ഇതൊക്കെയാണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായ മാറ്റം. ആര് വന്നപ്പോൾ? ബ്രിട്ടീഷ് വന്നപ്പോൾ. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് കടക്കാം. ദർ വർ 2 motives ബിഹൈൻഡ് ദ ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ ബൈ ബ്രിട്ടീഷ് റൂളേഴ്സ്. നമ്മളുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി തകരാൻ 2 കാരണങ്ങളാണ് മെയിനായിട്ടുണ്ടായത്. ടു ചേഞ്ച് ഇന്ത്യ ആസ് ആൻ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽ ഫോർ ദ മോഡേൺ ഇൻഡസ്ട്രിയൽ ഇൻ ബ്രിട്ടൻ്റെ മോഡേൺ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ റോ മെറ്റീരിയൽസ് അങ്ങോട്ട് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുക. അതേമാതിരി ചേഞ്ച് ഇന്ത്യ ആസ് ആൻ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടനിൽ ഉൽപ്പാദിച്ച സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ ബ്രിട്ടനിൽ ഉണ്ടാക്കിയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ വന്നിട്ട് ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കുക. എന്നുവെച്ചാൽ ഇവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്തിട്ട് അവിടുത്തെ ഫാക്ടറിയിൽ ഫിനിഷ്ഡ് ഗുഡായിട്ട് ഉൽപ്പാദിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുക ലോ റേറ്റിന്. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടുത്തെ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടാവില്ലേ, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര പണി കിട്ടി തുടങ്ങി. കാരണം അവരുടെ സാധനങ്ങളൊന്നും ആരും വാങ്ങാണ്ടായി. മെഷീൻ മെയ്ഡ് ഗുഡ്സൊക്കെയാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ് വേർ ദ ഫോളോയിങ്സ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ വേർ നോ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നില്ല, മൂലധന വ്യവസായം ഉണ്ടായിരുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീനിലാണല്ലോ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ ഉണ്ടാക്കുക. ആ മെഷീൻ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി. അതുണ്ടാക്കിയില്ല. അതുണ്ടാക്കാത്ത കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടൻ്റെ ആവശ്യമില്ലല്ലോ. അവർക്ക് നമ്മുടെ മെഷീൻസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മെഷീൻസ് ഉണ്ടാക്കുക, പിന്നെ അതിൽ എല്ലാം ചെയ്യാമല്ലോ. അത് കാരണം ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി മാത്രം ബ്രിട്ടൻ ഉണ്ടാക്കിയില്ല. പിന്നെ ഗ്രോത്ത് സെക്ടർ ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ വാസ് വെരി ലോ. ഈ IT സെക്ടർ അങ്ങനത്തെ സെക്ടറൊക്കെ ഭയങ്കര കുറവായിരുന്നു. പിന്നെ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ടു GDP വാസ് വെരി ലോ. അതുമാതിരി GDPയുടെ കോൺട്രിബ്യൂഷനും ഭയങ്കര കുറവായിരുന്നു എവിടെ? ഇൻഡസ്ട്രിയൽ സെക്ടറിൽ. പിന്നെ ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പബ്ലിക് സെക്ടർ എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറിൻ്റെ അഭാവം ചില സ്ഥലത്ത് മാത്രമായി ചുരുങ്ങി. ഗവൺമെൻറ് എല്ലാത്തിലും ഇടപെടണില്ല, ചില സംഭവങ്ങളിൽ റെയിൽവേ അങ്ങനത്തെ ചില കാര്യങ്ങളിൽ മാത്രമായിട്ട് ഇടപെടലായിരുന്നു. അത് കാരണം ഈ പബ്ലിക് സെക്ടർ അങ്ങോട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തുന്നില്ല. അതും കാരണമാണ് നമ്മുടെ ഇൻഡസ്ട്രി തകരാനുള്ള കുറേ കാരണങ്ങൾ കേട്ടോ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഫോറിൻ ട്രേഡാണ്. ബ്രിട്ടൻ മെയിൻറ്റെയിൻഡ് എ മൊണോപ്പൊളി കൺട്രോൾ ഓവർ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് വേർ ദ ഫോളോയിങ്. ബ്രിട്ടൻ നമ്മളുടെ ഫോറിൻ ട്രേഡിൽ എന്ന് വെച്ചാൽ പുറത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ട്രേഡില്ലേ, അതിലൊരു കൺട്രോൾ കൊണ്ടുവന്നു. കാരണം അവർ പറയുന്ന രാജ്യങ്ങളിൽ ട്രേഡ് ചെയ്താൽ മതി, അവർ പറയുന്ന രാജ്യങ്ങൾക്ക് മാത്രം കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ അവർ പറയുന്ന സാധനങ്ങളൊക്കെ കൊടുത്താൽ മതി, അങ്ങനെ ഒരു കൺട്രോള് നമ്മളുടെ ഇന്ത്യയുടെ ഇതിൽ കൊണ്ടുവന്നവർ. നമ്മളുടെ ഇന്ത്യ ഒന്ന് കൺട്രോൾ ചെയ്തു ഫോറിൻ ട്രേഡിൽ. അപ്പോൾ അത് കാരണം ഉണ്ടായ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. ലാർജ് എക്സ്പോർട്ട്, ഒരുപാട് കയറ്റുമതി ഉണ്ടായിരുന്നു ഇവിടുന്ന്. ലാർജ് എക്സ്പോർട്ട്സ് ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങൾ കയറ്റുമതി ചെയ്തായിരുന്നു. പിന്നെ നോ ഫ്ലോ ഓഫ് ഗോൾഡ് ഓർ സിൽവർ ഇൻ ടു ഇന്ത്യയിലേക്ക് ഗോൾഡിൻ്റെ അല്ലെങ്കിൽ സിൽവറിൻ്റെ വരവ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയോ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.